ഗായ്സ്, അപ്പോൾ ഡേ 7 ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ പ്രൊഡക്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ആഡ് പ്രൊഡക്റ്റ് നോക്കിയാലും മതി. അപ്പോൾ ആഡ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വരുന്നത് ഈ ഒരു പേജിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ആക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് സൈസെല്ലാം ഇവിടെ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമേജ് ആഡ് ആക്കുക. അപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറിയൊക്കെ ഓട്ടോമാറ്റിക് വന്നതായിട്ട് കാണാം. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കാം. പ്രൈസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ 999 കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ബേസിക് നോളജിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അതിനുശേഷം നമുക്ക് കോസ്റ്റ് പെർ ഐറ്റം ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഒരു 400 രൂപയ്ക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ 400 കോസ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത് 599 ആണ്, 600. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റും മാർജിനൊക്കെ കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴും കുറച്ച് എളുപ്പമാണ്. അതേപോലെ നമ്മൾ ആഡാക്കിയ കാര്യങ്ങളിൽ താഴെ മറ്റേ ഡേറ്റായിട്ട് എങ്ങനെ വരുന്നതെന്ന് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ആക്കാമെന്ന് പഠിക്കുക. അപ്പോൾ അതൊക്കെ ആഡ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് സേവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ പുറത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെങ്ങനെ സൈറ്റിലെ പ്രൊഡക്റ്റ് എങ്ങനെ കാണുമോ നോക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെ നമ്മളെ സൈറ്റിലെ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ചെയ്യുന്നത് പേയ്മെൻ്റ് എല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം.